കണ്ണൂരിൽ ആനയെ കണ്ട് ഭയന്നോടിയ ഇരുചക്രവാഹന യാത്രക്കാരന് പരിക്കേറ്റു. പായം സ്വദേശി എം സനീഷിനാണ് പരിക്കേറ്റത്. ആനയെ കണ്ട് ഭയന്ന ഇയാൾ വണ്ടി ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു. സുനിലൈസക്ക് ചേരുന്നു. സുനിൽ, എപ്പോഴായിരുന്നു സംഭവം? മറ്റപകടമൊന്നുമില്ലല്ലോ അല്ലെ? ധന്യ, ഈ പായത്ത് സ്കൂളിന് സമീപത്തായി ഒരു രണ്ട് കൊമ്പനാനകൾ രാവിലെ മുതൽ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഇന്നലെ ആറളത്ത് നിന്ന് ഓടിച്ച ആ രണ്ട് ആനകളാണ് ഇവിടെ ഈ സ്കൂൾ പരിസരത്ത് തമ്പടിച്ചിരിക്കുന്നതെന്നാണ് ഒരു പ്രാഥമികമായ നിഗമനം. എന്തായാലും ഈ ഭാഗത്തേക്കുള്ള ഗതാഗതമെല്ലാം പൂർണ്ണമായി ഇപ്പൊ തന്നെ വനംവകുപ്പ് നിയന്ത്രിക്കുന്നുണ്ട്. പ്രദേശത്തെ സ്കൂളിന് അവധി നൽകുകയും മറ്റും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ആന കാടിനുള്ളിൽ ആണ്. അതിന്റെ ഇപ്പോൾ കാടിനുള്ളിലേക്ക് തന്നെ തിരിയുന്നുണ്ട്. അല്ലെങ്കിൽ പുഴ കടന്ന് കാടിനുള്ളിലേക്ക് കടന്നിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ ഈ സംഭവം അറിഞ്ഞ് ഇതറിയാതെ ഇതുവഴി വന്നിരുന്നു. അയാളാണ് ഈ അപകടത്തിൽ പെട്ടത്. ഈ ആനയെ കണ്ട് ബൈക്കിൽ വന്ന ഇയാൾ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് ചെറിയ പരിക്ക് പറ്റിയിരിക്കുന്നത്. കാര്യമായ ഗുരുതരമായ പരിക്കല്ല. പക്ഷെ എന്തായാലും വനംവകുപ്പിന്റെ സംഘം, RRT സംഘം ഇവിടെ രാവിലെ മുതൽ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. വനംവകുപ്പും പോലീസും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തേക്കുള്ള ഗതാഗതമൊക്കെ പൂർണ്ണമായും തന്നെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ആന ഇപ്പോൾ എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആനയെ തുരത്തി ഓടിക്കുന്ന നടപടികളിലേക്ക് പോകാൻ കഴിയൂ. അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി സുനിൽ.